ഫിലോസഫിക്കൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസ് എന്ന പേപ്പറിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഓറോബിന്ദോ ഘോഷ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓറോബിന്ദോ ഘോഷ് 1872 കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അച്ഛൻ ഡോക്ടർ കൃഷ്ണാധൻ ഘോഷിന് നിർബന്ധമായിരുന്നു തൻ്റെ കുട്ടിക്ക് ഒരു യൂറോപ്യൻ അപ്ബ്രിങ്ങിങ് വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അറ്റ് ദ ഏജ് ഓഫ് 7 ഓറോബിന്ദോ വാസ് സെൻറ്റ് ടു ഇംഗ്ലണ്ട്. പിന്നീട് അവിടെ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ICS ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള ഫൈനൽ എക്സാം പാസ്സാവുകയുണ്ടായി. ബട്ട് ഹി ഡിസ്ക്വാളിഫൈഡ് ഹിംസെൽഫ് ബൈ നോട്ട് അപ്പിയറിംഗ് ഫോർ ദ ഫർദർ ടെസ്റ്റ്. അങ്ങനെ 1893 ഓറോബിന്ദോ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ വളർന്നത് ഇന്ത്യയെക്കുറിച്ച് ഒരു ടോട്ടൽ ഇഗ്നോറൻസിലായിരുന്നു. പിന്നീട് ഇന്ത്യയിൽ വന്നിട്ട് ബറോഡ സ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ കണ്ടീഷൻ, റിലീജിയൻ, കൾച്ചർ ഇതൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നത്. പിന്നീട് അദ്ദേഹം നല്ലൊരു ഒറേറ്റർ ആയിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹം സാൻസ്ക്രിറ്റ്, മറാത്തി, ഗുജറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളൊക്കെയും പഠിച്ചെടുക്കുന്നത്. അതിനു മുന്നേ ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹം ലാറ്റിൻ, ഗ്രീക്ക്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ആ വക ഭാഷകളൊക്കെയും പഠിച്ചിരുന്നു. ഇന്ത്യയിൽ വന്നതിന് ശേഷം പിന്നീട് ചില റെവല്യൂഷണറി മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായി അങ്ങനെയാണ് ഇന്ത്യയുടെ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വന്ദേ മാതരം എന്നൊരു ജേണലിന് തുടക്കം കുറിക്കുന്നത്. വന്ദേ മാതരം അങ്ങനെ നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഭാഗമായതുകൊണ്ട് തന്നെ ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. അങ്ങനെ ജയിലിൽ അദ്ദേഹം 1 വർഷത്തോളം കിടന്നിട്ടുണ്ട്. പിന്നെ 1904 അറോബിന്ദോ യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആൻഡ് ലേറ്റർ ഹി മൂവ്ഡ് ഓൺ ഇൻ സെർച്ച് ഫോർ എ മോർ കംപ്ലീറ്റ് റിയലൈസേഷൻ ഓഫ് ഇന്ത്യൻ സ്പിരിച്വലിസം. 1910 അദ്ദേഹം ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇദ്ദേഹം പോണ്ടിച്ചേരിയിൽ യോഗ ആൻഡ് സ്പിരിച്വാലിറ്റിക്കായി ബാക്കിയുള്ള ജീവിതം ഡിവോട്ട് ചെയ്യാണ് ചെയ്തത്. ഇവിടെ അദ്ദേഹം ശ്രീ ഓറോബിന്ദോ ആശ്രം തുടങ്ങി ഫോർ പ്രാക്ടീസിങ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. അങ്ങനെ 1950 ഇദ്ദേഹം അന്തരിക്കുന്നത്. അങ്ങനെ ഓറോബിന്ദോ ഒരു പൊളിറ്റീഷ്യൻ ടേൺഡ് ഫിലോസഫർ ആണ് എന്ന് കാണാം. സ്പിരിച്വലിസം, യോഗ, എഡ്യൂക്കേഷൻ എന്നീ മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കാണാവുന്നതാണ്. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഓറോബിന്ദോ ഘോഷിൻ്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ്. ഓറോബിന്ദോ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ പ്രോമിനൻസ് കൊടുക്കുന്നത് സ്പിരിച്വലിസം, യോഗ, ബ്രഹ്മചര്യ ഇവയ്ക്കൊക്കെയാണ്. അദ്ദേഹം പറയുന്നത് മെയിൻ എയ്ഡ് ഫോർ ടീച്ചിങ് ഈസ് ഹിസ് കോൺഷ്യൻസ്. കോൺഷ്യൻസിന് 4 സ്റ്റേജസ് ഉണ്ട്. ചിത്ത ഓർ കോൺഷ്യസ്നസ്, ഇത് പാസീവ് ഓർ പ്രിസർവിങ് മൈൻഡ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പ്രോപ്പർ മൈൻഡ് ഓർ മനസ്, ഇറ്റ് ഈസ് എ മൈൻഡ് ദാറ്റ് receives thought. Third one ആണ് the intellect or buddhi. It is the real instrument of thought. Last one, knowledge or supranormal faculties. It is the highest layer of conscience. ഈ സ്ലൈഡിൽ പറയുന്നത് ഓറോബിന്ദോയുടെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. അക്കോർഡിംഗ് ടു ശ്രീ ഓറോബിന്ദോ, റിയൽ എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് പ്രൊവൈഡ്സ് എ ഫ്രീ ആൻഡ് ക്രിയേറ്റിവിറ്റി, മെൻ്റൽ, മോറൽ ആൻഡ് ഈസ്തറ്റിക് സെൻസ്, ഫൈനലി ലീഡ്സ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹിസ് സ്പിരിച്വൽ പവേഴ്സ്. ബുദ്ധിയുടെ എല്ലാ ലെവലിലൂടെയുള്ളൊരു ഡെവലപ്മെൻറ്റിലൂടെ സ്പിരിച്വൽ പവേഴ്സ് നേടിയെടുക്കുക എന്നതാണ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്ലൈഡിൽ എഡ്യൂക്കേഷനിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. മീഡിയം മദർ ടങ് ആയിരിക്കണം. ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് ദ ചൈൽഡ്. ഇതൊക്കെ കൺസിഡർ ചെയ്യണം. ഇറ്റ് ഷുഡ് ഡെവലപ്പ് ദ ഇന്നേറ്റ് എബിലിറ്റീസ് ഓഫ് ദ ചൈൽഡ്. ഡെവലപ്മെൻറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ. സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനൊപ്പം തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനും അദ്ദേഹം പ്രോമിനൻസ് കൊടുത്തിരുന്നു. കാരണം body itself is a dwelling place of conscious mind. Perfection of body also was a great concern for him. വേറെ പ്രിൻസിപ്പിൾസ് ആണ് ട്രെയിൻ ദ സെൻസസ് ഓഫ് ദ ചൈൽഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് സോൾ സബ്സ്റ്റൻസ്, ബ്രഹ്മചര്യ ഷുഡ് ബി ദ ബേസിക് ഫൗണ്ടേഷൻ. ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരുവിധം സ്കൂൾസ് ഓഫ് ഫിലോസഫി ഒക്കെ എഡ്യൂക്കേഷനിൽ ബ്രഹ്മചര്യയ്ക്ക് അല്ലെങ്കിൽ സിലബസിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് കാണാം. ഓറോബിന്ദോയും
അങ്ങനെ തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ഷുഡ് ബി ടോട്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ദ ഫാക്കൽറ്റീസ് ടു മേക്ക് ഹിം കംപ്ലീറ്റ്. റിലീജിയനും അദ്ദേഹം പ്രോമിനൻസ് കൊടുത്തിരുന്നു. പിന്നെ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ should be in accordance with the needs of our real modern life, should create dynamic citizens to meet the real needs of modern complex life. കുട്ടിയെ മോഡേൺ കോംപ്ലക്സ് ലൈഫിൽ കോമ്പീറ്റൻ്റ് ആക്കി സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു സിറ്റിസൺ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒന്നായിരിക്കണം എഡ്യൂക്കേഷൻ. ഇനി ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് അടക്കാം. എയിംസ്, കരിക്കുലം, മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഫസ്റ്റ് വൺ, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. According to him, education aims at the development of senses, mental abilities, morality, conscience, and finally spirituality. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷനിലൂടെ. അടുത്തത് കരിക്കുലം. അദ്ദേഹം പറയുന്നത് കരിക്കുലം ഷുഡ് ബി ഫ്രെയിംഡ് ഇൻ സച്ച് എ വേ വിച്ച് ചൈൽഡ് ഫൈൻഡ് ആസ് ഇൻട്രസ്റ്റിംഗ്. It should include subjects which promote mental and spiritual development, creativity, കൺസ്ട്രക്റ്റീവ് കപ്പാസിറ്റീസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം. കരിക്കുലത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം പറയുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് നോളജ്. അതിനായി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. അങ്ങനത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഓറോബിന്ദോ ഡിസ്ക്രൈബ്സ് കരിക്കുലം ഫോർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ. അങ്ങനെ ഓരോ സ്റ്റേജസിലും ചൂസ് ചെയ്യേണ്ട സബ്ജക്ട്സ് ആണ് ഈ ടേബിളിൽ പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി, യൂണിവേഴ്സിറ്റി സ്റ്റേജിന് പുറമെ വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തേണ്ട സബ്ജക്ട്സ് കൂടെ ഇവിടെ പറയുന്നുണ്ട്. Now, പ്ലേസ് ഓഫ് എ ചൈൽഡ്. നേരത്തെ പറഞ്ഞിരുന്നു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഷുഡ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ഡെവലപ്പ് ഹിസ് പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ദീസ് പവേഴ്സ് ടു അച്ചീവ് ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ്. അദ്ദേഹം പറയുന്നത് ചൈൽഡ് ഈസ് എ ഗ്രോവിങ് സോൾ എന്നാണ്. കുട്ടിക്കുള്ള ഒരു സ്പിരിറ്റ് ഓഫ് എന്തൂസിയാസം, ഈ സ്പിരിറ്റ് ഓഫ് എന്തൂസിയാസം അതിലൂടെ തന്നെയാണ് ടീച്ചറും മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്ലേസ് ഓഫ് ടീച്ചർ. ഓറോബിന്ദോ സേസ് ദാറ്റ് ദ ചൈൽഡ് ഹാസ് വിത്തിൻ ഹിംസെൽഫ് എവറിത്തിങ്. ഉള്ളിലുള്ള നോളജ് പുറത്തു കൊണ്ടുവരിക എന്നതാണ് ടീച്ചറുടെ ഡ്യൂട്ടി. ആൻഡ് ഓറോബിന്ദോ സജസ്റ്റഡ് ദാറ്റ് ടീച്ചർ ഷുഡ് നോട്ട് ടീച്ച് ബട്ട് ഹി ഷുഡ് സജസ്റ്റ്. അതായത് നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ള പോലെ ഇമ്പാർട്ടിങ് നോളജ് അല്ല ടീച്ചർ ചെയ്യേണ്ടത്, ബട്ട് ഷോസ് ഹിം ഹൗ ടു അക്വയർ നോളജ്. അതാണ് ഓറോബിന്ദോ പറയുന്നത്. അടുത്തത് ഈ സ്ലൈഡിൽ പറയുന്നത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് നത്തിങ് ക്യാൻ ബി ടോട്ട്. നല്ല സ്ട്രൈക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഓൾ നോളജ് ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ ഹിംസെൽഫ്. തത്വമസി, നോ യുവർ സെൽഫ് എന്ന ഉപനിഷത്ത് വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് മൈൻഡ് ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി കൺസൾട്ടഡ് ഇൻ ഇറ്റ്സ് ഗ്രൗത്ത്. ഇത് ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് എന്ന് പറയാം. ചൈൽഡ് ഷുഡ് ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ആൻഡ് ഷേപ്പ് ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ നേച്ചർ. എന്നാൽ മാത്രമേ കുട്ടിക്ക് ലൈഫിൽ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയൂ എന്നാണ് ഓറോബിന്ദോ പറയുന്നത്. ആൻഡ് ദ തേർഡ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു വർക്ക് ഫ്രം നിയർ ടു ദ ഫാർ ഫ്രം വിച്ച് ഈസ് ടു ദാറ്റ് വിച്ച് ഷാൾ ബി. ഇത് എൻവയൺമെൻറ്റ് റിലേറ്റ് ചെയ്തൊരു പ്രിൻസിപ്പിളാണ്. ചൈൽഡ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ വിത്ത് വിച്ച് ഹീ ഈസ് ഫെമിലിയർ. ഡയറക്റ്റ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കണം എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞത്. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. നേരത്തെ കണ്ട സ്ലൈഡിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. മദർ ടങ് യൂസ് ചെയ്യണം. സ്റ്റുഡൻറ്റ് നേച്ചർ, ഇൻട്രസ്റ്റ്, എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ലേണിംഗ് ബൈ ഡൂയിങ്, എഡ്യൂക്കേഷൻ ത്രൂ കോപ്പറേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യണം. കാരണം ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് മിയർ ഡയറക്ഷൻ മാത്രമാണ്. പിന്നെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് അറ്റ്മോസ്റ്റ് ഫ്രീഡം കൊടുക്കുന്ന ഒന്നാവണം. അടുത്തത് ഓറോബിന്ദോ ഫോർ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിൽ അങ്ങനെ 4 സക്സസ്ഫുൾ ടീച്ചിങ്,
പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഇൻ്റഗ്രൽ ടീച്ചിങ് ആൻഡ് ഒബ്സർവേഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് സക്സസീവ് ടീച്ചിങ്. ഓറോബിന്ദോ പ്രിഫർ ചെയ്യുന്നത് സക്സസീവ് ടീച്ചിങ് ആണ്. അതായത് Aurobindo favors successive teaching as against the simultaneous introduction of so many subjects in an early education. The basic subjects should be introduced first so that a sound foundation for education is made. അതായത് ബേസിക് സബ്ജക്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ലൊരു ബേസിക് ഫൗണ്ടേഷൻ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. അദ്ദേഹം ഓൾഡ് സിസ്റ്റം മോഡേൺ സിസ്റ്റത്തെക്കാളും കൂടുതൽ റാഷണൽ ആണ് എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഒരു പാറ്റേൺ സ്വീകരിച്ചത് കൊണ്ട് തന്നെ. അതായത് the old system was to teach one or two subjects well and thoroughly and then proceed to others, and certainly it was a more rational system than the modern. സബ്ജക്ട്സ് 1 by 1 ആയിട്ടാണ് പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലും ഈ പാറ്റേൺ ഫോളോ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചാപ്റ്റർ വൈസ് ആയിട്ട് എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അടുത്തതാണ് എഡ്യൂക്കേഷൻ ത്രൂ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ ഫെമിലിയർ ആയ എക്സ്പീരിയൻസ് ഓർ ഒബ്ജക്റ്റിൽ നിന്ന് അൺഫെമിലിയർ ആയിക്ക് ലീഡ് ചെയ്യുക എന്നത്. ഇത് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇമാജിനേഷൻ, ഡ്രമാറ്റിക് ഫാക്കൽറ്റി, ലവ് ഫോർ ദ നറേറ്റീവ്, ഹീറോ വർഷിപ്പ്, ഏർജ് ടു എൻക്വയറി, ഇതിനൊക്കെ അപ്പീലിംഗ് ആയ ടീച്ചിങ് ആണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നത്. മൂന്നാമത്തെയാണ് ഇൻ്റഗ്രൽ ടീച്ചിങ്. It involves training of all aspects of the student mind and personality. Integral teaching-ലൂടെ memory and judgment, observation and comparison, analogy, reasoning, imagination, language, grammar and meaning of the logical faculty ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന് റെഫർ ചെയ്ത് കാണാം. ഇറ്റ് സജസ്റ്റ് ദ കൾട്ടിവേഷൻ ഓഫ് ദ aspects such as beauty, power, knowledge and love. ഇതാണ് തേർഡ് വൺ, ഇൻ്റഗ്രൽ ടീച്ചിങ്. ലാസ്റ്റ് വൺ ആണ് ഒബ്സർവേഷൻ. അറിവിലേക്കുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒബ്സർവേഷൻ എന്ന് പറയാം. അറിവിലേക്കുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒബ്സർവേഷൻ. ആൻഡ് എവറി ചൈൽഡ് ഈസ് ബോൺ വിത്ത് ദിസ് ഇൻഹെറൻറ്റ് കപ്പാസിറ്റി ടു ഒബ്സർവ് ദ എൻവയൺമെൻറ്റ് അറൗണ്ട് ഇറ്റ്. ഇങ്ങനെ 4 ടീച്ചിങ് മെത്തേഡ്സ് ആണ് അദ്ദേഹം പറയുന്നത്. സക്സസീവ് ടീച്ചിങ്, നോളജ് ത്രൂ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഇൻ്റഗ്രൽ ടീച്ചിങ് ആൻഡ് ഒബ്സർവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആശ്രം സ്കൂൾ 1943 പോണ്ടിച്ചേരിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇവിടെ കാണാം, പോണ്ടിച്ചേരി മദർ ഇൻ 1943 ഓപ്പൺ ദി സ്കൂൾ ഫോർ ഓറോബിന്ദോസ് ഡിസൈപ്പിൾസ്. 1943 മദർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. മദറിന് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് മദർ മിറ അൽഫാസ എന്നൊരു ഫ്രഞ്ച് ലേഡിയാണ്. ഓറോബിന്ദോയുടെ സ്പിരിച്വൽ കൊളാബറേറ്റർ എന്നൊക്കെ പറയാം. പിന്നീട് 1952 ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ കൂടെ ആഡ് ചെയ്തു. അതിപ്പോൾ അറിയപ്പെടുന്നത് ശ്രീ ഓറോബിന്ദോ ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. ഇപ്പോൾ ഈ സ്കൂളിനും ഹയർ എഡ്യൂക്കേഷൻ സെൻറ്ററിനും ഒക്കെ ആയിട്ട് വെവ്വേറെ വെബ്സൈറ്റ്സ് ഉണ്ടെന്ന് കാണാം. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസും ഹിസ്റ്ററിയും ഒക്കെ ഈ വെബ്സൈറ്റിൽ നിന്ന് വായിക്കാവുന്നതാണ്. അത്രയാണ് ഓറോബിന്ദോനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.